ഹായ് നമസ്കാരം. നമ്മൾ മഹാബലിപുരത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഷെൽ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ പിറകിൽ കാണുന്നതാണ് ഇത് ഷെൽ മ്യൂസിയം. അപ്പോൾ നമുക്കിവിടെ കാണാനുള്ളത് സീ ഷെൽ മ്യൂസിയം, അതുപോലെ ഡൈനോസർ മ്യൂസിയം, പേൾ മ്യൂസിയം, അതുപോലെ അക്വേറിയം. ഇത്രയും ആണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ ഇതിന് ചാർജ് എന്ന് പറയുന്നത് ഇതും മൊത്തം കാണണമെങ്കിൽ 500 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സെലക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് 300 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്കിത് എൻ്റെ പിറകിൽ കാണുന്നതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് എവിടെയും കാണാനുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെബിൾസ് മലയാളം. ഇന്ത്യയിലെ ആദ്യത്തെ ഷെൽ മ്യൂസിയമാണിത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഓരോന്നിനും പ്രത്യേകം ടിക്കറ്റാണ് നമ്മൾ ഇവിടേക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കോംബോ ആയിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് ബെനിഫിറ്റ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് മിനറൽ മ്യൂസിയമാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ സിംഹത്തിൻ്റെ തലയും മീനിൻ്റെ വാലുമായിട്ടുള്ളൊരു സിംഗപ്പൂരിൻ്റെ ദേശീയ ചിഹ്നം പോലുള്ള ഒരു സ്തൂപം നമുക്കിവിടെ കാണാം. തൊട്ടടുത്തായിട്ട് വളരെ ഭംഗിയുള്ളൊരു മീനിനെ നമുക്കിവിടെ കാണാം. അപ്പം ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചിപ്പി, ശംഖ് എന്നിവ ഉപയോഗിച്ചാണ്. അപ്പം നമുക്ക് അതിശയം തോന്നും ഇത്തരത്തിലുള്ളൊരു നിർമ്മിതി കാണുമ്പോൾ. നമ്മൾ ഈ കാണുന്നത് കടൽക്കുതിരയാണ്. അപ്പോൾ കടൽക്കുതിരയെ നിർമ്മിച്ചിരിക്കുന്നത് ശംഖ് കൊണ്ടാണ്. അതുപോലെ തന്നെ ശംഖ് കൊണ്ടുള്ള പൂക്കൾ, അതുപോലെ ഗാർഡൻ എന്നിവയെല്ലാം ഇവിടെ സെറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കാണുവാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കടൽ തീരത്ത് കാണുന്ന ശംഖുകൾ, വ്യത്യസ്തമായ വലുപ്പത്തിലുള്ള നമ്മൾ ശംഖുകൾ കാണാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് നമുക്ക് ഒരു ആശ്ചര്യം തോന്നും, ഇത്തരത്തിലുള്ള സംഗതികൾ ഇവർ ചെയ്തു വെച്ച് കാണുമ്പോൾ. അപ്പോൾ കടലിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കടലിലുള്ള പലതരത്തിലുള്ള മീനുകളെ കാണാം. അപ്പോൾ അതിൽ ലൈറ്റുകൾ കൊണ്ട് അവർ അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പം ചിപ്പിക്കുള്ള മുത്ത് എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. മീനിൻ്റെ കണ്ണെല്ലാം കാണുവാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ശരിക്കും കാണുന്ന ജീവനുള്ള മീനിനെ പോലെ നമുക്ക് തോന്നും. ചിപ്പി, ശംഖ് എന്നിവ കൊണ്ടെല്ലാമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ കണ്ടു. ഇനി നമ്മൾ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മുകളിൽ നമ്മൾ വ്യത്യസ്തമായുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ചിപ്പികൾ കൊണ്ട്, വലകൾ കൊണ്ട് തോരണങ്ങൾ പോലെ ഇവിടെ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അടുത്ത് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഉള്ളിൽ പോകുന്നത് മിനറൽ അക്വേറിയമാണ്. അപ്പോൾ കടലിൻ്റെ അടിയിലുള്ള മിനറൽ കൊണ്ടാണ് ഇവിടെയുള്ള വസ്തുക്കളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള മിനറൽസ് നമുക്കിവിടെ കാണാം. ചിലതെല്ലാം വെളിച്ചം തട്ടുമ്പോൾ തിളങ്ങുന്ന വിധത്തിലുള്ളതാണ്. അപ്പോൾ അവയുടെ പേര്, വിവരങ്ങളെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. മിനറൽ മ്യൂസിയം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ ചെറിയൊരു ടണൽ കാണാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മീനുകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറിലുള്ള മത്സ്യങ്ങൾ. അടുത്തായിട്ട് നമ്മൾ ഷെൽ മ്യൂസിയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഷെൽ മ്യൂസിയമാണ് നമ്മൾ സന്ദർശിക്കുന്നത്. ഇവിടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത വലുപ്പത്തിലും നിറത്തിലുള്ള ഷെല്ലുകൾ കാണാം. അപ്പോൾ ഇവിടെ ചിപ്പികളും ശംഖുകളുമാണ് കൂടുതലായിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ചെറിയ ശംഖുകൾ മുതൽ വലിയ ശംഖുകൾ വരെ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ വ്യത്യസ്തങ്ങളായുള്ള ശംഖുകൾ കൊണ്ട് ജീപ്പ്, കാറ്, ട്രെയിന്, മറ്റുള്ള വസ്തുക്കളെല്ലാം അവർ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഇതുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് നമുക്ക് തോന്നില്ല. അപ്പം പല നാടുകളിൽ നിന്നുള്ള സ്റ്റാമ്പുകളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ചിപ്പി, ശംഖ് എന്നിവയെല്ലാം വന്നിരിക്കുന്ന ടൈപ്പ് സ്റ്റാമ്പുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവർ ഒരു നല്ല അനുഭവമാണ് കേട്ടോ നമുക്ക് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഷെൽ മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് പേൾ മ്യൂസിയം ആണ്. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ പേൾ മ്യൂസിയത്തിലേക്ക് എത്തിയാൽ നമുക്ക് ഇവിടെ മുത്തുകൾ കാണാം. വ്യത്യസ്തമായിട്ടുള്ള മുത്തുകളാണ് ഇവിടെ ഉണ്ടാവുന്നത്. അവയുടെ ഓരോ ഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അവ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അപ്പോൾ ചിപ്പിക്കുള്ളിൽ എങ്ങനെയാണ് ഇവ, ഓരോരോ ഘട്ടങ്ങളിൽ ഇവയുടെ വലിപ്പം എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈ കാണുന്നത് എലിസബത്ത് രാജ്ഞിയുടെ കിരീടമാണ്, അതുപോലെ വാളും. അപ്പൊ ഇതിലെല്ലാം പതിപ്പിച്ച മുത്തുകൾ, അവയുടെ വിശദ വിവരങ്ങളെല്ലാം ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ അല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ കാണുന്നത് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് എങ്ങനെയാണ് മുത്ത് ഇവർ ശേഖരിക്കുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഫിഷ് മാമല മ്യൂസിയമാണ് കാണാൻ പോകുന്നത്. അപ്പം ഫിഷ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിയപ്പോൾ നിറയെ മീനുകളാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള മീനുകളുണ്ട് ഇവിടെ.
അപ്പം നമ്മൾ ഫിഷ് മ്യൂസിയത്തിൽ കടലിൻ്റെ അടിത്തട്ടിലുള്ള മീനുകൾ, അതുപോലെ ചെമ്മീനുകൾ എന്നിവയെല്ലാം നമുക്ക് കാണാം. ഭംഗിയുള്ള അക്വേറിയമാണ് ഇവിടെ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം നമ്മളിവിടെ ചിലവഴിച്ച് നമ്മൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡൈനോസർ നാസ മ്യൂസിയം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡൈനോസേഴ്സിൻ്റെ രൂപങ്ങൾ കാണാം. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ നിറയെ സ്കൂൾ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ പല സ്കൂളുകളിൽ നിന്നും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അവർക്ക്. ഡൈനോസേഴ്സിൻ്റെ എല്ലാം കണ്ണുകൾ കാണുമ്പോൾ നമ്മൾ ശരിക്കും ജീവനുണ്ടോ എന്ന് തോന്നിപ്പോവും. അപ്പോൾ അവയുടെ രൂപം ഭീകരമാണെങ്കിലും അതിൻ്റെ കണ്ണുകൾ നമുക്കൊരു ശാന്തത എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. ഒറിജിനലി അങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, എന്നാലും അപ്പോൾ ഇവിടെയുള്ള ഡൈനോസേഴ്സ് എല്ലാം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശബ്ദമെല്ലാം ഉണ്ട്. ഡൈനോസേഴ്സിൻ്റെ ഓരോ ഡൈനോസേഴ്സിനും വ്യത്യസ്തമായ ശബ്ദങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡൈനോസർ നമുക്ക് ശരിക്കും കണ്ടാൽ കണ്ടാമൃഗം പോലെ തോന്നും കേട്ടോ. കണ്ടാമൃഗത്തിനെ വലുതായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതേപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ കാണുന്ന വലിയ ഡൈനോസറാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡൈനോസർ ഐലൻഡാണ്. അപ്പോൾ ഇവിടെ കണ്ണുകളെല്ലാം ജീവനുള്ളതുപോലെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ ഇവയെല്ലാം ശരിക്കും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജീവനുള്ളതുപോലെ തോന്നും. നമ്മൾ ഫിലിമിലെല്ലാം കാണുന്ന അതേ ഒരു ഫീലാണ് ഇത് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. നമ്മുടെ മ്യൂസിയത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജസ് എല്ലാം നമ്മൾ പറഞ്ഞല്ലോ, ടിക്കറ്റ് നിരക്കെല്ലാം നമ്മൾ മുൻപേ പറഞ്ഞു. കോംബോ ഓഫറിലാണെങ്കിൽ നമുക്ക് ലാഭമാണ്. എല്ലാം കാണുവാൻ വേണ്ടിയിട്ട് നമുക്ക് 300 രൂപയെ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഷെൽ മ്യൂസിയത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമ്മൾ ചെന്നൈയിലുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകൾ, നമുക്ക് ചെന്നൈ സിറ്റിക്ക് അടുത്തായിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു സ്ഥലം പരിചയപ്പെടാം. ഓക്കെ, ബൈ. Pebbles Malayalam.